എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എലിമിനേറ്റ് ആയപ്പോ. ഒരാഴ്ച കഴിഞ്ഞപ്പോ സന്തോഷമായി ജോലി പോയിരുന്നു. ഞാൻ അതിനകത്തൊരു മറ്റേ ചെറിയൊരു കുടിയനായിട്ടൊക്കെ അഭിനയിച്ച ഞാൻ പാട്ട് പാടി. അപ്പം പേടിയേ ഞാൻ പാട്ട് പഠിക്കുന്ന ജോലിനെ വിളിച്ച് ചോദിച്ചിട്ടാണ് പഠിക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് എന്ത് പറ്റി, എനിക്ക് മുന്നേ ഭയങ്കര ഫാൻസ് ആട്ടോ. ആണല്ലേ? ഫാൻസ് എന്ന് എത്ര വിഷമം എന്താ? ഭയങ്കര ഫാൻസാ. അവന് ഭയങ്കര ഫാൻസാ. നെഞ്ചിക്കുൾ പെയ്തിടും മാമഴേ നീരുക്കുൾ മൂകിടും. ഞാൻ പിന്നെ സ്റ്റാർസ് പക്ഷേ ഞാൻ കണ്ണാടി വെച്ചു. പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. പിന്നെ ഉന്മേൽ പിഴേ ഇല്ലാമൽ വീസിടും. മോനെ ഏത് പ്രായത്തിലാ പഠിക്കാൻ തുടങ്ങിയത് പാട്ട്? ആരാണ് പാടും? ഞാൻ അങ്ങനെ പാട്ട് പഠിച്ചിട്ടില്ല. ഇല്ല, എനിക്ക് മറ്റേ സ്കൂളിൽ നമുക്ക് ഗാനമേള ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി എന്റെ ഒരു ടീച്ചറുണ്ട്, എമിലി ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ. അപ്പൊ ടീച്ചർ കുറച്ചാൾ എന്നെ കൊണ്ടുപോയി കുറച്ച് ബേസിക് പറഞ്ഞു തന്നല്ലാതെ ഞാനിങ്ങനെ പാട്ട് പഠിച്ചിട്ടില്ല. അപ്പൊ ടീച്ചറിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ബിജു മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ. അവിടെ പോയി കുറച്ച് ബേസിക് സരിഗമ പതിനീസ് എന്താന്നൊക്കെ പഠിച്ചു. അത് ആ ഒരു ഇവന്റിന് വേണ്ടി പഠിച്ചതുള്ളൂ. പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തില്ല. അപ്പൊ പാട്ട് പിന്നെ കേട്ട് 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 പഠിച്ചോ? ഞാൻ കൂടുതൽ ഇങ്ങനെ തന്നെ കേട്ട് കേട്ട് പഠിക്കും. അതാ ഞാൻ പറഞ്ഞത് എന്റെ ഗുരുക്കന്മാര് ദാസേട്ടനും ബാക്കിയുള്ളവരൊക്കെയാണ്. അവരുടെ പാട്ട് കേട്ടിട്ട് അങ്ങനെ പഠിച്ചിട്ടേ ഉള്ളൂ. അതെ, അവര് പാടുന്ന എങ്ങനെയാണോ അത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കുക, അതാണ് മെയിൻ. പിന്നെ അതാണ് മനസ്സിലായി, ഇങ്ങനെ പാടി പാടി വന്നു. സ്റ്റാർ സിംഗറിൽ ഞാനിപ്പോ സ്ട്രഗിൾ ചെയ്ത് അതുകൊണ്ട്, കാരണം സെമി ക്ലാസിക്കൽ റൗണ്ടിലായിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പം എനിക്ക് ഈ രാഗങ്ങളൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് അതായിരുന്നു എനിക്ക് ഏറ്റവും പ്രശ്നം പറ്റിയത്. ഇപ്പൊ പഠിച്ചു തുടങ്ങി. നീ പാട്ട്, ഞാൻ അതിലോട്ട് വരുന്നു, നീ പാട്ട് പഠിക്കണം എന്ന് തോന്നി തുടങ്ങിയോന്നുള്ളൂ. പിന്നെ അപ്പൊ തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നൗഷാദ് മാഷ് പഠിപ്പിച്ചു തുടങ്ങിയായിരുന്നു. അപ്പൊ തന്നെ ഈ ഗ്രൂമേഴ്സിന്റെ ഒരു ഹെൽപ്പ് എങ്ങനെയായിരുന്നു? നമുക്ക് ഒരു ഗ്രൂമേഴ്സ് ഒന്നും പോലെ ഒന്നുമല്ല, നമ്മുടെ കൂട്ടുകാരെ പോലെ തന്നെ. ഞങ്ങളുടെ രണ്ടുപേരുടെ നൗഷാദ് മാഷായിരുന്നു. മാഷ് ഭയങ്കര വൈബ്, രാവിലെ വിട്ടിരിക്കും നമ്മളെ പഠിപ്പിച്ചു തരാൻ വേണ്ടി. ഞാൻ എത്ര എന്നെ കൊണ്ട് കുറെ എഴുതിച്ചിട്ടുണ്ട് പാട്ട്. ഞാൻ പാട്ട് എനിക്ക് മടിയല്ലടാ, ഞാൻ എന്തായിരുന്നു മാഷ് പറഞ്ഞു ഞാൻ ഭയങ്കര ഉഴപ്പനാണ്. എന്റെ ഒരു ക്യാരക്ടർ മടിയല്ല, ഉഴപ്പനാണ്, പഠിക്കില്ല. അപ്പൊ മാഷിനെ കൊണ്ട് പാട്ട് എഴുതിച്ചിട്ടുണ്ട്, 50 തവണ കഴിച്ചിട്ടുണ്ട് പാട്ട്. ഇമ്പോസിഷൻ എഴുതിക്കും മാഷ്. പാട്ട് പഠിക്കാൻ, നീ പാട്ട് പഠിക്കണം, എഴുതുമ്പോ നീ ഞാൻ പറഞ്ഞ നോട്ട് എവിടെയാ നീ ഓർക്കണം, അങ്ങനെ നൊട്ടേഷൻ എഴുതിക്കില്ല. പാട്ട് എഴുതി വരുമ്പോ മാഷ് ഇങ്ങനെ പറഞ്ഞ സാധനം ഓർമ്മ വരും. ഇപ്പൊ ചന്ദനച്ചോല ആയിക്കോട്ടെ അല്ലെങ്കിൽ സായന്തരം ആയിക്കോട്ടെ, അവിടെ തുളസീതളം ചൂടാൻ വരും മേഘവും ഈ സാധനം പാടുമ്പോ ഇവിടെ നീ എഴുതി വരുമ്പോ ഞാൻ പറഞ്ഞ സാധനം നീ ഓർക്കണം. അപ്പൊ അങ്ങനെ എഴുതുമ്പോ നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്ന മാഷ് പറഞ്ഞു. അങ്ങനെ മാഷ് എഴുതിക്കാറ് തന്നെ. മാഷ് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ശരിക്കും എന്ത് തരുമോ, കാരണം ഞാൻ ചില മടി പിടിച്ചിരിക്കും. മാഷ് വിളിക്കും, ജോയലെ എവിടാടാ നീ വാടാ റൂമിൽ. ഞാനിങ്ങനെ പക്ഷേ പോരാ മാഷെ ഇപ്പത്തേക്ക ഞാൻ എന്തൊരു ദുഷ്ടനാ ഞാൻ. ഇപ്പൊ വരാന്ന് പറയാൻ എന്റെ ബോധമില്ല. അപ്പൊ മാഷിന് വേറെ കാര്യമില്ല, വിളിക്കേണ്ട കാര്യം പോലും ഇല്ല. പിന്നെ അങ്ങ് വിട്ടാ മതി. മാഷ് എന്നെ വിളിക്കും, എടാ ജോയൽ എന്തി വിളിച്ചോണ്ട് വരാൻ പറയും. മാഷിനറിയാം മാഷിന്റെ ഫേവറേറ്റ് സ്റ്റുഡന്റ് ആയിരുന്നു. ആണല്ലേ? ഈ ഗ്രൂമിങ് കഴിഞ്ഞിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു പാട്ടില്? നേരത്തെ നമ്മൾ അങ്ങനെ മാറ്റങ്ങൾ ഭയങ്കര ഉണ്ട്. കാരണം ഞാൻ പാടുന്ന രീതി ഭയങ്കര തെറ്റായിരുന്നു. പാടുന്ന പാട്ടിലെ ടെക്നിക്ക്, ഈ വോയിസ് പ്രൊഡക്ഷൻ തെറ്റായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും തെറ്റായിരുന്നു. അപ്പൊ അതൊക്കെ കറക്റ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. പല്ല് കടിച്ച് പാടുന്നു, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പല്ല് കടിച്ചാൽ പാടാൻ പറ്റില്ല. അങ്ങനെയല്ല, പല്ല് കടിച്ചാൽ അങ്ങനെയല്ല. അതെന്റെ സ്റ്റാർ സിംഗിൾ എപ്പിസോഡ്സ് ഒക്കെ എടുത്ത് കാണുമ്പോൾ മനസ്സിലാവും, ചില പാട്ടിലുണ്ട്. അപ്പൊ അത് ചിത്രേച്ച് എനിക്ക് ഇങ്ങനെ വിളിച്ച് പ്രാവശ്യം എന്റെ പാട്ട് കഴിഞ്ഞാൽ എന്നെ വിളിച്ചു, ജോലി ഇങ്ങനെ എക്സസൈസ് ചെയ്യണം. ചിത്രേച്ച് എനിക്ക് കുറെ എക്സസൈസ് ഒക്കെ പറഞ്ഞു. അത് മാറ്റിയെടുത്തപ്പോൾ നല്ല മാറ്റമുണ്ട്. നമ്മുടെ വോയിസ്, അത് നമ്മളെ എന്ത് കാണിച്ചാലും നമ്മുടെ വോയിസ് പ്രൊഡക്ഷൻ തെറ്റാണെങ്കിൽ നമ്മുടെ തൊണ്ട, ഇപ്പൊ ദാസേട്ടൻ എത്ര കച്ചേരി പോലും ദാസേട്ടൻ്റെ തൊണ്ട അടിക്കില്ല. കാരണം ദാസേട്ടൻ വോയിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതി ഭയങ്കര കറക്റ്റായിട്ട് ചെയ്യുന്നത്, തൊണ്ട വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഭയങ്കര തെറ്റായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പാടും നന്നായിട്ട്, പക്ഷേ നമ്മുടെ തൊണ്ട സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതി ഭയങ്കര തെറ്റായിരുന്നു. അപ്പം അത് എങ്ങനെയാണ്, അപ്പം മിഥുൻ ചേട്ടൻ കുറേ അതിനുള്ള എക്സസൈസുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കുറേ. അത് അതിനോട്ട് സെഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിത്രചേച്ചി കൺസൾട്ട് ചെയ്യുന്ന ഒരു വോക്സോളജിസ്റ്റ് ചെന്നൈയിൽ നിന്ന് ഞങ്ങളെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വന്നു. ആ ചിത്രചേച്ചി പറഞ്ഞിട്ട് സ്റ്റാർ സിംഗിൾ ഞങ്ങളെ പിള്ളേരെ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞത് ചിത്രചേച്ചി കൺസൾട്ട് ചെയ്യുന്ന ചെന്നൈയിലെ വോക്സോളജിസ്റ്റ് ഞങ്ങൾക്ക് വേണ്ടി വന്നു. മേഡത്തിന്റെ പേര് ഓർമ്മയുണ്ടോ? പേര് മറന്നു. നമുക്കൊന്നും ഒരു കാലത്ത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ ചിത്രാമ്മ പറഞ്ഞതിന്റെ പേരിൽ നമുക്ക് കിട്ടി. അവര് വന്നിട്ട് ഓരോ കണ്ടസ്റ്റൻസിന് ഇൻഡിവിജ്വലി അവർ റൂമിൽ വിളിച്ചിട്ട് നമ്മുടെ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞ്
ആ മാഡത്തിന്റെ മകനാണ് നമ്മുടെ നീലമാലാഹേ ആ പാട്ട് പാടിയേക്കുന്നത്. അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവർ ഇൻഡിവിജ്വലി വിളിച്ച് നമ്മളോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പാടുമ്പോൾ തെറ്റുണ്ട്, അത് മാറാൻ ഇങ്ങനെ ചെയ്യണം, അങ്ങനെയാണ് പിച്ച് എടുക്കേണ്ട രീതി. ഹൈ പാടുമ്പോൾ എനിക്ക് ഹൈ പിച്ച് പാടി ഇപ്പോഴും ഉണ്ട്. ഹൈ പാടുമ്പോൾ എനിക്ക് കഴുത്ത് പൊങ്ങും. ചിത്രേച്ചി പാടുമ്പോൾ ഹൈ പാടുമ്പോൾ തല ഇങ്ങനെ താന്നാ വരുന്നത്. ശരിക്കും അങ്ങനെയാണ് വരേണ്ടത്, ടെക്നിക്കലി അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ എനിക്ക് നല്ല കുറെ പേർക്ക് പ്രശ്നമുണ്ട്. എനിക്ക് ഹൈ പാടുമ്പോൾ ഇങ്ങനെ കഴുത്ത് തന്നെ പൊങ്ങിപ്പോ, ടെക്നിക്കലി തെറ്റാത്. അതൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി മൈക്കിന്റെ പൊസിഷൻസ്, മൈക്ക് പൊസിഷൻ ഇങ്ങനെ കുഴപ്പമില്ല. ഈ വോയിസ് പ്രൊഡക്ഷന്റെ പ്രശ്നമായിരുന്നു. ശ്വാസം എടുക്കണത് എങ്ങനെയാണ് അതൊക്കെ നമ്മളിതൊന്നും അറിയത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഇത്രയും ഇമ്പ്രൂവ് ആയി വരുന്നത്. അത് എന്താ പറയാ, കുറെ പേര് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ശരിക്കും എന്താണ് നമ്മൾ ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാവുന്നത്. പ്രാക്ടിക്കലി പാടി 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 ഒരു പാട്ട് എത്ര സമയം എടുക്കും പാട്ട് പഠിക്കാൻ? അല്ല, അവിടെ നമുക്ക് 2-3 ദിവസം ഗ്രൂമിങ്, 3 ദിവസം നമ്മളെ പാട്ട് പഠിപ്പിക്കും, പിന്നെ ഒരു ദിവസം ഓർക്കസ്ട്ര വെച്ച് പഠിക്കും, പിന്നെ പിറ്റേ ദിവസം ഷൂട്ട്. അങ്ങനെയാണ്. പിന്നെ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം വിധുവിന് ജോലിനൊക്കെ പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് വരും. എനിക്ക് നേരെ തിരിച്ച്, എനിക്ക് ഭയങ്കരമായിട്ട് സമയം എടുക്കും. ഞാൻ ഒത്തിരി വർക്ക് ചെയ്താൽ എനിക്കൊരു പാട്ട് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ എങ്ങനെ കുറെ കേൾക്കോ? ഞാൻ കുറെ കേൾക്കും, കുറെ എഴുതിയൊക്കെ പഠിക്കും. കൊമ്പേട് അതിനുള്ള സംഗതി ഉണ്ട്, ഇതിന്റെ മുകളിൽ സംഗതി ഒരു സാധനം വരച്ചിടും, ഒരു സംഗതി ഉണ്ട്. ഇങ്ങനെ അങ്ങനെ നിൽക്കാൻ വേണ്ടിട്ട് ഇവര് പാട്ട് പഠിച്ചതിന്റെ ഒരു ബേസ് അവർക്ക് കൃത്യമായിട്ടുണ്ട്. എനിക്ക് അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വർക്ക് ചെയ്യേണ്ടി വരും. സംഗതിയുള്ള വരികളുടെ മുകളിൽ ഇവനിങ്ങനെ എന്തെങ്കിലും വരച്ചു, അവന് മാത്രം മനസ്സിലാകാൻ അവൻ കണ്ടുപിടിച്ചൊരു ഐഡിയ. അല്ല, അത് എന്നാലല്ല അത് പാടുമ്പോ ചിലര് പറയും കൊറേ കേട്ട് 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 കേൾക്കുകയും ചെയ്യും. ഇത് ചെയ്യണം. ഞാനൊരു പാട്ട് ഏകദേശം ഒരു 250 പ്രാവശ്യമുള്ള ഒരു പാട്ട് മാത്രം ഞാൻ കേട്ടിട്ടുണ്ട്. മാഷി പറഞ്ഞത് 400 ആണെങ്കിലും നമ്മൾ 250 ചെയ്യും. മാഷിനോട് നീ കുറഞ്ഞ 500 പ്രാവശ്യം എഴുതുന്നൊക്കെയാ മാഷ് പറഞ്ഞത്. മാഷ് നീ 500 പ്രാവശ്യം എഴുതണമെന്ന് പാട്ട്, ഇത്ര പ്രാവശ്യം കേൾക്കണം, നമ്മളതിന്റെ പകുതിയിൽ ചെയ്യൂ. കണ്ണാടിയുടെ മുന്നിൽ പോയി നീ നീ എങ്ങനെ പാടുന്നത് കാണണം, നിന്റെ പല്ല് നീ കടിക്കുന്ന പ്രശ്നം മാറ്റണം. മാഷ് നമുക്ക് എടുത്തൊരു എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഷിനോട് എത്ര പറഞ്ഞാലും മതിയാത്തില്ല. ഈ ഫീൽ എങ്ങനെയാ കൊണ്ടുവരുന്ന പാട്ടില്? അത് മീൻസ് അത് എന്താ പറയാ, സിനിമകൾ കണ്ടിട്ടാണോ? ചില ആൾക്കാർ മാഷ് അതും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു പാട്ട് പാടുന്നതിന് മുമ്പ് ആ സിനിമ ഒരു പ്രാവശ്യം ഫുൾ ഒന്ന് കണ്ടിരിക്കണം. ഒന്നും പറ്റിയില്ല, ആ പാട്ട് സീനെങ്കിലും ഒന്ന് കണ്ട് അത് എന്താണ് മുന്നിലത്തെ സീൻസ് എന്താന്ന് പറഞ്ഞാലാണ് ആ ഫീല് വരുന്നത്. പക്ഷെ മാഷ് സിനിമ കാണണമെന്ന് തന്നെ നിർബന്ധം പറഞ്ഞേക്കുന്നത്. ഞങ്ങളെല്ലാം കാണുമായിരുന്നു. ഞാൻ ജോണി വാക്കർ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു, കുറച്ച് സീൻസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇതിനു മുമ്പ് അതിനുവേണ്ടി നിങ്ങളെക്കാട്ട് കുറെ വർഷം മുന്നേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പഴയ പാട്ടൊക്കെ ആണെങ്കിലോ? പഴയ പാട്ട് പാടുന്ന ഞാൻ അധികം പാടിയില്ല. ഫീൽ എന്ന് പറഞ്ഞ സാധനമൊക്കെ ചിലർക്ക് ഇമ്പോർട്ടന്റ് ഉണ്ട്. അതെ അതെ അതെ. വിധുരാജിന് സിനിമയൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല, ചുമ്മാ ഒരു പാട്ട് കേട്ടാ ചുമ്മാ എന്ന് പാടിയാലും ഒടുക്കത്തെ ഫീലാ. ശ്രീരാഗനെ പോലെ ചുമ്മാ പാടിയാലും ഭയങ്കര ഫീലാ. നമുക്കതിങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. നമുക്കൊരു പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി ഒക്കെ കാണുമ്പോൾ നമുക്കത് ചിലർക്ക് കുറെ സമയം എടുക്കും സിനിമ കാണാൻ തന്നെ പറഞ്ഞേക്കാം. ഇപ്പോഴത്തെ പുതിയ പടങ്ങൾ പോലെ അല്ലല്ലോ പഴയ പടങ്ങൾ. പക്ഷെ ആ ഫീല് കിട്ടാൻ വേണ്ടിട്ട് കാണും വേണം. പ്രത്യേകിച്ച് ചെറിയ കുറച്ചൊരു മിഡിൽ ഏജ് കുട്ടികളൊക്കെ പഠിപ്പിക്കണമെങ്കിലേ ഒരു 15 years ഒക്കെ ഉള്ള കുറെ സിനിമകൾ കാണണം എന്ന് പറഞ്ഞ ഓരോരുത്തർക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വിധുരാജിനാണ് ഇപ്പൊ അത് ആവശ്യമില്ല, എനിക്കാണെങ്കിൽ അത് വേണം. വിധുരാജിന് ചുമ്മാ പാടിയാൽ പോലും ഭയങ്കര ഫീലാ. അതല്ലേ ഇത്രയും ഗേൾസ് ഫാൻസ്, ഭയങ്കര ഫാൻസ് ആട്ടോ. ആണല്ലേ? ഫാൻസ് എത്ര വിഷമം എന്താ, ഭയങ്കര ഫാൻസാ. അവര് ഭയങ്കര ഫാൻസ്. തൊട്ടുകഴിഞ്ഞോണ്ടല്ലോ ഫാൻസ് ഒക്കെ ഇളകും. ഇതിനാ നമുക്കൊന്ന് ഇന്നോണ്ടാ എന്ന് ചോദിച്ചാൽ തട്ടാൻ പറ്റില്ല. എനിക്ക് ഒരു ചോയല് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയും. അത് എൻജിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻജിയിലും കിട്ടും ഇടയ്ക്ക് അനൗൺസ് മെസ്സേജ് ചെയ്യാൻ വേണ്ടി. ഏറ്റവും കൂടുതൽ വരുന്ന വിധുചേട്ടൻ കമന്റ് ആണോ, വിധുചേട്ടൻ കമന്റ് ആണോ? ചിലത് ഒരു പിടിച്ച് കുറെ ആയപ്പോഴേക്കും എനിക്ക് കലിപ്പായി. എന്നോട് ആരും ചോദിക്കുന്നില്ല. അർജുൻ കമന്റ് ആണോ, റോബിൻ ചേട്ടൻ എങ്ങനെ ഉണ്ട് ആള്, അതാണ് എനിക്ക് പറയാൻ കുറെ ഉണ്ട്, പക്ഷെ അത് പറയത്തില്ല. അർജുൻ ചേട്ടൻ കമന്റ് ആണോ, എല്ലാരും കമന്റ് ആണോ, വിധുചേട്ടൻ എങ്ങനെ ഉണ്ട്, നിങ്ങൾ ഭയങ്കര കമ്പനിയാണോ? ഞങ്ങളുടെ കൂട്ടിനെ പറ്റി ആൾക്കാർക്ക് അറിയാൻ ഭയങ്കര ആഗ്രഹം. ഞങ്ങളുടെ ആ ഒരു കോംബോ ഭയങ്കരമായിരുന്നു സമയത്ത്. ഞങ്ങൾ അർജുനും ഞാനും വിധുവും ജോലിയോടെ ഒരു പാട്ട് ഏതൊരു തല പാടിയിട്ട് അത് ഒരു കുറെ റീച്ച് 4-5 മില്യൺ എന്തോ ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല നല്ല റീച്ച് പോയ പാട്ടാണ്. നമുക്ക് ജോയലിന്റെ ഒരു പാട്ട് കേൾക്കാൻ. ജോയലിന്റെ പാട്ട് പാടിയിട്ടില്ല. എനിക്ക് ചന്ദ്രചൂരലിനാണ് എനിക്ക് ഇഷ്ടം. ആണല്ലേ? കാരണം അതാണ് എനിക്ക് സെലക്ഷൻ കിട്ടാൻ കാരണക്കാരനായ ഞാൻ തന്നെ സെലക്ട് ചെയ്ത പാട്ട്. ഒരിക്കലും മറക്കാനാവാത്ത പാട്ടല്ലേ?
ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേയുറക്കമായു വൃശ്ചിക രാത്രി തൻ പിച്ചകപ്പന്തലിൽ ശാലീന പൂർണമീ ഉറങ്ങിയോ. ഓ അത് പെട്ടെന്ന് കഴിഞ്ഞ മാതിരിയല്ല, പല്ലി വെച്ച് പാടിപ്പിച്ചാൽ മതി. ഇതിലാണ് ജോലി സെലക്ഷൻ വാങ്ങിച്ചെടുത്തത്. ഇതിലാണ് ഞാൻ എല്ലാരും വീഴിക്കുന്നത്. ഈ പാട്ടിലാണ് എല്ലാരെയും വീഴ്ത്തിക്കുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞു വിധുവിന്റെ ഫാൻസ് ഭയങ്കരമാണെന്ന്. ഇപ്പൊ ഈ ഗിറ്റാറും പാട്ടൊക്കെ പാടുമ്പോ അല്ലെ എവിടെയല്ല ഏറ്റവും കൂടുതൽ ഫാൻസ്? എളിമയാണ്, ഭയങ്കര എളിമയാണ്. അതുകൊണ്ടാണ് അല്ലേ, അതുകൊണ്ട് ഫാൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞ വിധുരാജിനെ പോലെ ഒരു റഷം നമുക്കില്ല. നമ്മുടെ എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഭയങ്കര സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. എനിക്കറിയാം എൻ്റെ ലിമിറ്റേഷൻസ്. അപ്പോൾ പക്ഷെ എന്നിട്ടും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം. പക്ഷെ ആൾക്കാരുണ്ട് ഇപ്പോഴും എനിക്ക് സ്റ്റാർട്ട് കഴിഞ്ഞ ശേഷം സ്ഥിരമായിട്ട് മെസ്സേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചേട്ടാ ആ പാട്ടൊന്ന് പാടൂ, ലൈവിൽ വന്നാൽ തന്നെ ഇന്ന പാട്ട് പാടൂ, പെഞ്ചിലിട്ടാൽ തന്നെ ഇന്ന പാട്ടൊന്ന് പാടിത്തരുമോ, അങ്ങനെ ചോദിക്കുന്ന ഫാമിലി ആണെങ്കിലും ഒത്തിരി ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ മെസ്സേജസ് വരുന്നത് അത് ഗേൾസിന്റെ ഓഫ് കോഴ്സ് വരും, എനിക്കറിയാം. വരുന്നില്ലേ സത്യം പറയും? ഇല്ല, ജോലിന് വരത്തില്ലെന്നാ പറഞ്ഞത്. അല്ല, എനിക്കോ ഓരോ മിനിറ്റിലും എടുത്ത് റിപ്ലൈ കൊടുക്കുന്നതാണ് ഇങ്ങനെ. എന്നിട്ട് വരില്ല എന്നും പറയും. ഒരാളുണ്ട് വേറെ ഫേക്ക് ഐഡി ആണെന്നേ, മറ്റേ അച്ചു അമ്മു അമ്മു അച്ചു അശ്വതി അച്ചു അച്ഛനാണ് അർച്ചന അച്ചു ആണെന്നൊക്കെ. അങ്ങനത്തെ കുറെ ഉണ്ട് പ്രൊഫൈൽ പിക്ചർ ഇല്ലാത്ത ഫേക്ക് കുറെ ഉണ്ട്. നല്ല അഭിപ്രായം പറയുമ്പോൾ നമ്മൾ എല്ലാം താങ്ക്സ് പറഞ്ഞു കൊടുക്കും. മെസ്സേജ് വരാറുണ്ട്, വരാതിരിക്കുന്നില്ല, ഒത്തിരി വരാറുണ്ട്. പക്ഷെ അതിലും സന്തോഷം എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഞാനൊരു ആവശ്യത്തിന് ചങ്ങനാശ്ശേരി ടൗണിൽ കൂടെ പോവാ, മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്, എന്നെ ആർക്കും മനസ്സിലാത്തില്ല രീതിയിൽ ഞാൻ പോവാ. അപ്പൊ ഒരു ഓട്ടോ സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോയപ്പോ ഒരു ചേട്ടൻ ഇങ്ങനെ തോളത്തോട് വന്ന് കൈയിട്ടു. ഒരു ഓട്ടോ ചേട്ടനാ. ചോദിച്ചു, മോനെ എങ്ങനെയുണ്ട്, എന്തോ അടുത്ത പാട്ടൊക്കെ പഠിച്ചോ? ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു എനിക്ക് പരിചയമുള്ള ആളുകളാണ്. ഞാൻ പറഞ്ഞു, ആ ചേട്ടാ പഠിച്ചു, കുഴപ്പമില്ല, ആ മോനെ നന്നായിട്ട് പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു പുള്ളി അങ്ങ് പോയി. മാസ്ക് വെച്ചിട്ടും അതല്ല ഞാൻ പറഞ്ഞത്, ഒരു പുള്ളിയുടെ അടുത്ത വീട്ടിലെ ഒരു പയ്യനെ പോലെ പുള്ളി എന്നെ, എനിക്ക് ആ പുള്ളി അറിയത്തില്ല, എനിക്ക് ആരാന്ന് പോലും എനിക്ക് അറിയത്തില്ല, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ ആ ഒരു സ്റ്റാർ സിംഗറിന്റെ ആ ഒരു ഇമ്പാക്ട്, അവരുടെ വീട്ടിലുള്ള ഒരാളെ പോലെ പുള്ളി എന്റെ അടുത്ത് വന്ന് ബിഹേവ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഫാൻ എന്ന് പറഞ്ഞു വരുന്നതിൽ എനിക്കിങ്ങനെ സ്വന്തമായിട്ട് വരുന്ന ആൾക്കാരെ, അതാണ് എനിക്ക് ഭയങ്കര സന്തോഷം. അത് ഭയങ്കര സന്തോഷം തന്നെ. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തെ പോലെ തന്നെ നാട്ടിൽ നിന്നും കിട്ടുക എന്ന് പറയുമ്പോൾ. പിന്നെ എന്റെ അമ്മ ഇസ്രായേലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരുമ്പോഴത്തേനും ഒത്തിരി അമ്മമാര് പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അമ്മമാര് പോസ്റ്റ് ഓഫീസിൽ വന്ന് ചോദിക്കും, മോനെ അമ്മയ്ക്ക് അവിടെ എങ്ങനെയുണ്ട്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ വാർ നടക്കുമായിരുന്നു, ഇറാൻ ഇഷ്യൂസ് ഒക്കെ നടക്കുമായിരുന്നു. അപ്പോൾ ഒരു അമ്മ അവിടെ പോസ്റ്റ് ഓഫീസ് ഇതിനു വേണ്ടി മാത്രം, ഞാൻ വിചാരിച്ച എന്തെങ്കിലും പൈസ എടുക്കാനോ വല്ലോ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, അതല്ലേ നമ്മുടെ സന്തോഷം. നമ്മുടെ ആ ഒരു പാട്ടിന്റെ കൊണ്ടാണ് അവർ വന്ന് ചോദിച്ചതെന്നുള്ളത്, അതാണ് സന്തോഷം. പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യാണല്ലേ? അതെ അതെ. അപ്പൊ രണ്ടും കൂടെ എങ്ങനെ ബാലൻസ് ചെയ്ത് പോണ? പാട്ടും ഒത്തിരി പ്രോഗ്രാംസ്, അതുകൊണ്ട് എനിക്ക് അധികം പോകാൻ പറ്റത്തില്ല. എന്നാലും ശനി ഞായറും ഒക്കെ പോകും. പിന്നെ വൈകിട്ട് പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഇങ്ങനെ 5 മണി കഴിഞ്ഞിട്ടൊക്കെ അങ്ങ് ഇറങ്ങും. അപ്പൊ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ രാവിലെ. പാട്ട് പഠിത്തം അത് ശനി ഞായറും സമയം കിട്ടുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യണമല്ല. എന്നെ പിന്നെ കൂടുതൽ ഇപ്പൊ സ്കൂളുകളിൽ ആനുവൽ ഡേ ഒക്കെ വിളിക്കുന്നത്. ആനുവൽ ഡേ ഒക്കെ ആനുവൽ ഡേ ഒക്കെ മിക്കവാറും 6 മണി 7 മണിക്കൊക്കെ ആയിരിക്കും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പഠിച്ച സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. പഠിച്ച സ്കൂളിലെല്ലാം പോയി. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മള് ചത്ത് കിടന്ന് പ്രാക്ടീസ് ചെയ്ത ആ സ്റ്റേജിൽ നമ്മളൊരു ഗസ്റ്റ് ആയിട്ട് ചെല്ലുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു. പഠിച്ച സ്കൂളിൽ ഞാൻ ടീച്ചറുടെ പേരൊന്നും പറയുന്നില്ല, ഞാൻ സയൻസ് പ്ലസ് സയൻസ് ആയിരുന്നു. ടീച്ചർ പറയും, അപ്പം ഞാൻ ക്ലാസ്സിൽ എപ്പോഴും ഇങ്ങനെ ബോക്സിലൊക്കെ ഇങ്ങനെ എപ്പോഴും കൊട്ട. പേരൻസ് മീറ്റിങ്ങിന് അച്ഛനമ്മ വരുമ്പോഴേക്കും ഭയങ്കര കൊട്ടാട്ടോ ക്ലാസ്സിൽ, കൊട്ടും പാട്ടിട്ട് കഴിഞ്ഞാൽ ഇവന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ എനിക്ക് സത്യം പറയാം, എനിക്ക് വേറെ ഒരു വിഷയത്തിൽ ഒരു ബുദ്ധിയില്ല. എനിക്ക് മാത്സ് നന്നായിട്ട് അറിയില്ല, കെമിസ്ട്രി അറിയില്ല, എനിക്ക് ബാക്കി ഒരു സബ്ജക്റ്റിലും ഞാൻ ഒട്ടും നല്ലതല്ല. എന്നെ അറിയുന്ന മലയാളമാണ്, സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ പ്ലസ് 2 കയറിയപ്പോഴേ അടുത്ത് മ്യൂസിക് RLV കോളേജ്, ഇതാണ് എൻ്റെ മനസ്സിൽ. ടീച്ചർ നീ ഇങ്ങനെ ഇപ്പോൾ നീ ജയിക്കത്തില്ല, ഇത് നോക്കും, പിന്നെ 7 മണി കൊട്ടും പാട്ടായിട്ടിരുന്ന് കഴിഞ്ഞാൽ ജീവിതം മുന്നോട്ട് പോകത്തില്ല മോനെ, ഇങ്ങനെയൊക്കെ പറയും. അത് സിസ്റ്ററായിരുന്നു കേട്ടോ, അത് സിസ്റ്റർ പേര് ഞാൻ പറയുന്നില്ല. സിസ്റ്ററെ പിന്നെ ഞാൻ കണ്ടു കമ്പനിയായി. ആ സമയത്ത് പറയുന്നത് നമ്മുടെ നല്ലതിന് കൂടി വേണ്ടി. അതെ അതെ അതെ, പിന്നെ നല്ലതിന് വേണ്ടിയാണ്. പക്ഷെ എന്നാൽ നമുക്ക് ആ പ്രായത്തിൽ നമുക്ക് കുറച്ചൊരു ഇത് ട്രിഗർ ചെയ്യുമല്ലോ, വിഷമം വരും. ആ പ്രായത്തിൽ ഇപ്പൊ നമുക്കത് മനസ്സിലാവും, പക്ഷെ ആ പ്രായത്തിൽ നമുക്കത് പെട്ടെന്ന് ട്രിഗർ ആവും. അങ്ങനെ സ്കൂളിൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു, അത് ഭയങ്കര
ആ സിസ്റ്റർ ഉണ്ടായിരുന്നു അവിടെ. നല്ല ഞാൻ കയറിയുന്ന നല്ല ഞാൻ പറഞ്ഞു എല്ലാവരും നിങ്ങൾ പഠിത്തത്തിൻ്റെ കൂടെ നിങ്ങളുടെ കഴിവിനെയും കൂടെ കൊണ്ടുപോകണം, പഠിത്തം മാത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ കാര്യം ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയ ടീച്ചർ പറയുകയും ചെയ്തു, നീ നിന്റെ അവസരം നല്ലപോലെ നീ മുതലാക്കിയാലാണ് ചോദിക്കുകയും ചെയ്തു. പക്ഷെ എനിക്ക് നേരെ തിരിച്ചറിഞ്ഞു കേട്ടോ. സ്കൂളിൽ നിന്ന് എന്റെ പാട്ട് കഴിവ് തിരിച്ചറിഞ്ഞ ടീച്ചേഴ്സാണ് കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത്. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു എമിലി ടീച്ചറിന്റെ കയ്യിൽ നിന്ന് കാശ് ഇറക്കിയിട്ടാണ് എന്നെ കലോത്സവത്തിന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുപോലെ ടീച്ചർ എനിക്ക് വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഈ ടീച്ചറിന്റെ കാര്യം പറയണേ, അതായത് ഞാനിങ്ങനെ പഠിക്കാൻ ഭയങ്കര ഷോക്കാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പോൾ ആ ടീച്ചർ പാടും അത്യാവശ്യം. ടീച്ചറിൻ്റെ പേര് ഗീത എന്നാണ് ടീച്ചറിൻ്റെ പേര്, ഗീതമ്മ ടീച്ചറിൻ്റെ പേര്. ടീച്ചർ വന്നിട്ട് പാടും. അപ്പം ഞാൻ പാട്ടും ടീച്ചറാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കുന്നത്. സീരിയസ്ലി ടീച്ചർ മാത്രമല്ല സപ്പോർട്ട് ചെയ്തേക്കുന്നത്. ഞാൻ രക്ഷപ്പെടണം ടീച്ചറിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ജോലി നീ രക്ഷപ്പെടണം, പഠിക്കണം, 10ാം ക്ലാസ്സിലെങ്കിലും നീ പാസ്സാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ റെഡിയാക്കുക. ടീച്ചറെ പഠിക്കും. ടീച്ചർ ഒരു ദിവസം വിളിച്ചു, അതുപോലെ നീ ബ്രേക്ക് ടൈമിൽ എൻ്റെ സ്റ്റാഫ് റൂമിൽ വരണം ടീച്ചർ. SLC എക്സാം ആകാൻ പോവാം. അപ്പം ഞാനിങ്ങനെ ടീച്ചറിൻ്റെ അടുത്ത് വന്നു. ടീച്ചറുണ്ട്, എന്താ ടീച്ചർ എൻ്റെ കയ്യിൽ ഒരു 500 എടുക്കുന്നുണ്ട്. എടാ വല്ല ബൂസ്റ്റോ ഹോർലിക്സോ എല്ലാം മേടിച്ച് തിന്നോളാം, എൻ്റെ മുത്തി കൊടുത്തുന്ന ടീച്ചർ 500 അത് നമ്മൾ നന്നാകാൻ വേണ്ടി ടീച്ചർ. അപ്പം എനിക്ക് ആ ടീച്ചറിന് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ടീച്ചറുടെ കോൺടാക്ട് ഉണ്ട്, ഡെയിലി മിണ്ടാറുന്നില്ല, എന്നാലും ടീച്ചറിന് അറിയാം, എൻ്റെ ഫേസ്ബുക്കിൽ കാണാറുണ്ട്. പക്ഷെ എനിക്ക് എന്നെ അത്ര സപ്പോർട്ട് ചെയ്തൊരു ടീച്ചർ ആ ടീച്ചർ ഗീതമ്മ എന്ന് പറഞ്ഞ ടീച്ചറാണ്. ടീച്ചർ ഇങ്ങനെ പൈസ തന്നിട്ടുണ്ട്. ടീച്ചർ ഇപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. സത്യം പറഞ്ഞു ഉച്ചയ്ക്ക് ചോറ് മേടിക്കാൻ ചെല്ലുമ്പോഴേ ടീച്ചർ എനിക്ക് കൂടുതൽ കറിയൊക്കെ കൊണ്ടേക്കും. 2 തവി പയറൊക്കെ തരും, പയറും തൈരൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ മീൻ വറുത്തൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ടീച്ചറെ ചിലപ്പോൾ എനിക്ക് 2 മീൻ വറുത്തൊക്കെ തരും. ടീച്ചറിന്റെ ഒരു ടീച്ചർ ചോറ് ഇങ്ങനെ വിളമ്പിട്ട് ടീച്ചർ ഇങ്ങനെ പരത്തും. കുറച്ചുകൂടെ ചോറ് ഇടാൻ വേണ്ടി മറ്റേ സിസ്റ്റർ മീൻ വറുത്ത കൊടുത്തില്ല. അതാ ടീച്ചർ ഭയങ്കര സ്നേഹമാണ്. ടീച്ചറിനോട് സന്തോഷം. അതെ, ഈ സമയത്ത് ടീച്ചറെ ഓർക്കുന്നു. മോനെ അതുകൊണ്ട് ആൽബം സോങ്സ് അല്ല, ഡിവോഷണൽ സോങ്സ് ഒക്കെ ചെയ്യാറുണ്ട്. വിളിക്കാറുണ്ട് ഇങ്ങനെ പാട്ട്. അത് സ്റ്റാർസിംഗിന് മുന്നേ വിളിക്കാറുണ്ടായിരുന്നു, ഇപ്പൊ ഇച്ചിരി കൂടി. ഭയങ്കര സന്തോഷം അത്. അതെ, അത് ഏത് പാട്ടാ പാടിയിരുന്നത്? കുറെ പാട്ടുകൾ ഇങ്ങനെ അവര് വിളിക്കുന്ന ക്രിസ്തീയ പാട്ടുകൾ കുറെ പാടിയിട്ടുണ്ട്.